ജീവനും ജീവിതവും സെഷൻ 170 വീണ്ടും ജനനം, വിവക്ഷയും അതിൻ്റെ ഘടനയും എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നാം കേൾക്കാനായിട്ട് പോകുന്നത്. ശ്രീ ജോസഫ് പനച്ചി ബ്രദറാണ് നമ്മോട് ദൈവവചനം സംസാരിക്കുന്നത്. വീണ്ടും ജനനം ഒരു മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ള ഒരു വിഷയമാണ്. ഒരു സങ്കീർണമായ വിഷയം എന്ന് തന്നെ പറയാം. രക്ഷിക്കപ്പെടുക എന്ന വാക്ക് കുറച്ചുകൂടെ ലളിതമാണ്. കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്ക് അതിൻ്റെ ആശയം മിക്കവാറും കുറച്ചുകൂടെ മനസ്സിലാക്കാൻ എളുപ്പമാണ്. വീണ്ടും ജനിക്കുക, പുതിയതായിട്ട് ജനിക്കുക, ഈ വാക്കുകളൊക്കെ വേദശാസ്ത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. കർത്താവ് നിക്കോദേമസിനോട് ഈ വിഷയം സംസാരിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. നിക്കോദേമസിന് പല കാര്യങ്ങളും മനസ്സിലായില്ല. വീണ്ടും ചോദ്യങ്ങൾ അവശേഷിച്ചു. ഇന്നും അത് ആവർത്തിക്കാറുണ്ട്. ഈ വിഷയം പറയുമ്പോൾ, പഠിപ്പിക്കുമ്പോൾ, കേൾക്കുമ്പോൾ ഒക്കെ പല ചോദ്യങ്ങളും ആവർത്തിക്കാറുണ്ട്. ആത്മാവിനാലും വെള്ളത്താലും വീണ്ടും ജനിക്കണം. അതിൽ ആത്മാവിനാലുള്ള ജനനം അതെങ്ങനെ ആണ് സംഭവിക്കുന്നത്? വെള്ളം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ദൈവവചനമാണെന്ന് വ്യാഖ്യാനിക്കുന്നവരുണ്ട്. മാമോദിസായിലെ വെള്ളമാണെന്ന് ചിന്തിക്കുന്നവരുണ്ട്. പല വ്യാഖ്യാനങ്ങളൊക്കെ അത് സംബന്ധിച്ച് നാം കേൾക്കാറുണ്ട്. എന്നാൽ ഈ സങ്കീർണമായ വിഷയം നമുക്ക് കേൾക്കാം. അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് കേൾക്കാം. വീണ്ടും ജനനം, അതിൻ്റെ വിവക്ഷയും ഘടനയും ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്ന ജോസഫ് പനച്ചി സഹോദരനാണ്. സഹോദരനെ ക്ഷണിക്കുകയാണ്. നമുക്ക് ശ്രദ്ധയോടെ കേൾക്കാം. ചോദ്യങ്ങളുണ്ടാവും. നമുക്ക് ക്ലാസ്സിന് ശേഷം ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരമുണ്ട്. ക്ലാസ് എടുക്കുവാനായിട്ട് ശ്രീ ജോസഫ് പനച്ചി സഹോദരനെ ക്ഷണിക്കുക. വളരെ സങ്കീർണതയുള്ള ഒരു വിഷയമാണ് എന്നാണ് ഡൊമിനിക്ക് ആദ്യം തന്നെ പറഞ്ഞത്. എന്നാലും അതിൻ്റെ സങ്കീർണതകളിലേക്കൊന്നും അധികം കിടക്കാതെ എത്രയും ലളിതമായിട്ട് വീണ്ടും ജനനത്തെ പറ്റി ബൈബിൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അവതരിപ്പിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന് ദൈവ മുഖത്തേക്ക് നമുക്ക് നോക്കാം പ്രാർത്ഥനയോടുകൂടെ. ബോൺ അഗൈൻ എന്നൊരു പുസ്തകത്തെ കുറിച്ച് നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. 1970-കളിൽ അമേരിക്കയിൽ കോളിളക്കം സൃഷ്ടിച്ച ഒരു സംഭവമാണ് വാട്ടർ ഗേറ്റ് വിവാദം. അമേരിക്കൻ പ്രസിഡന്റായിരുന്ന റിച്ചാർഡ് നിക്സന്റെ കുറ്റവിചാരണയിലേക്കും പിന്നീട് രാജിയിലേക്കും നയിച്ച ആ വാട്ടർ ഗേറ്റ് വിവാദത്തിലെ പ്രധാന പ്രതികളിൽ ഒരാളായിരുന്നു ചാൾസ് കോൾസൺ. അദ്ദേഹത്തിന്റെ മാനസാന്തര കഥയാണ് ബോൺ അഗൈൻ എന്ന പുസ്തകം. ലക്ഷക്കണക്കിന് പ്രതികൾ വിറ്റഴിക്കപ്പെട്ട ഈ ഗ്രന്ഥം ബോൺ അഗൈൻ എന്ന വാക്കിനെ ലോക പ്രസിദ്ധമാക്കി. ബോൺ അഗൈൻ എന്ന് പറഞ്ഞാൽ വീണ്ടും ജനിക്കുക, വീണ്ടും ജനനം എന്ന വാക്കിനെ ലോക പ്രസിദ്ധമാക്കി. അമേരിക്കൻ രാഷ്ട്രീയത്തിലെ അദ്ദേഹത്തിന്റെ ആ പഴയ ജീവിതം വിട്ട് യേശുക്രിസ്തുവിൽ ഒരു പുതിയ ജീവിതം ജീവിക്കുവാൻ അദ്ദേഹം ആരംഭിച്ചതിൻ്റെ ആ ചരിത്രമാണ് വീണ്ടും ജനനം, ബോൺ അഗൈൻ എന്ന പുസ്തകത്തിലൂടെ അദ്ദേഹം പറഞ്ഞത്. പിന്നീടുള്ള അദ്ദേഹത്തിന്റെ ജീവിതം വലിയ ചരിത്രമാണ്. പ്രിസൺ ഫെലോഷിപ്പ് എന്ന ലോക പ്രസിദ്ധമായ ഒരു സുവിശേഷ സംഘടനയുടെ സ്ഥാപകനാണ് ചാൾസ് കോൾസൺ. അദ്ദേഹത്തിന്റെ ജയിലിലെ അനുഭവങ്ങൾ, ജയിൽ പ്രിസൺ ജയിലുകളുടെ ശോച്യാവസ്ഥ പരിഹരിക്കുന്നതിനുള്ള ഒരു സാമൂഹ്യ നീക്കത്തിലേക്കും, അത് മാത്രമല്ല ജയിലിൽ കഴിയുന്ന
പതിനായിരം മനുഷ്യരുടെ അടുക്കലേക്ക് യേശു ക്രിസ്തുവിന്റെ വിമോചനത്തിന്റെയും സുവിശേഷത്തിന്റെയും സന്ദേശം എത്തിക്കുന്നതിനുമൊക്കെ ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് പ്രിസൺ ഫെലോഷിപ്പ്. അത് മാത്രമല്ല, ഏതാണ്ട് 20ഓളം ഈടുറ്റ ക്രിസ്തീയ ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതി ക്രിസ്തീയ ദർശനത്തെ ലോകത്തിൽ ഉയർത്തിക്കാട്ടിയ ഒരു ക്രിസ്തീയ നേതാവുമായിരുന്നു അദ്ദേഹം. അതായത് തൻ്റെ സ്വാഭാവിക ജനനം വഴി ഒരു സാധാരണ മനുഷ്യനായി ജനിച്ച ഒരു വ്യക്തി വീണ്ടും ജനനം വഴി ഒരു ദൈവ മനുഷ്യനായിട്ട് ജീവിച്ചു. ആ ജീവിതത്തിന്റെ ചരിത്രമാണ് അദ്ദേഹം ആ പുസ്തകത്തിലൂടെ എഴുതിയത്. ആ പുസ്തകത്തിന്റെ മുഖവുരയിൽ അദ്ദേഹം പറയുന്ന ഒരു 1-2 പ്രസ്താവനകൾ ഞാൻ വായിക്കാം. അതിന്റെ അതിന്റെ ഇൻട്രൊഡക്ഷൻ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: 1974 മാക്സ്വെൽ പ്രിസൺ ക്യാമ്പിൽ 23,266 നമ്പർ തടവുകാരനായി ഞാനിരുന്നു. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടിവിയുടെ മുമ്പിൽ ഇരുന്ന് ഞാൻ കഴിഞ്ഞ 3.5 വർഷം പ്രമുഖ ഉപദേഷ്ടാവായി വിശ്വസ്തയോടെ സേവിച്ച അമേരിക്കൻ പ്രസിഡന്റ് നിക്സന്റെ രാജിവാർത്ത വീക്ഷിച്ചു. ഒരർത്ഥത്തിൽ ഞാൻ എല്ലാം നഷ്ടപ്പെട്ടവനായിരുന്നു. അധികാരം, പദവി, സ്വാതന്ത്ര്യം എന്ന് മാത്രമല്ല, എൻ്റെ സ്വത്വം പോലും എനിക്ക് നഷ്ടപ്പെട്ടു. എന്നാൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും തകർന്ന അവസ്ഥയിലായിരുന്നു ഞാൻ. എന്നാൽ വേറൊരർത്ഥത്തിൽ ഞാൻ ജീവിതത്തിൽ എല്ലാം നേടിയിരുന്നു. യഥാർത്ഥ മൂല്യമുള്ള സകലതും, ജീവനുള്ള ദൈവത്തോടുള്ള ഹൃദയബന്ധം, യേശുക്രിസ്തു എൻ്റെ ജീവിതത്തെ നാടകീയമായി രൂപാന്തരപ്പെടുത്തിയിരുന്നു. ചാൾസ് കോൾസന്റെ ജീവിതത്തിലെ ആ അത്ഭുതാവഹമായ രൂപാന്തരത്തിന്റെ കഥയാണ് വീണ്ടും ജനനം എന്ന പുസ്തകത്തിലൂടെ അദ്ദേഹം അവതരിപ്പിച്ചത്. അങ്ങനെ ഒരു പുതുജീവിതത്തിന്റെ ചരിത്രം നമുക്ക് എഴുതുവാനായിട്ടുണ്ടോ? ഒരു പുതിയ ചരിത്രം അത് കഴിയണമെങ്കിൽ നമ്മളും വീണ്ടും ജനിച്ച വ്യക്തികൾ ആയിരിക്കണം. നമ്മുടെ ഓരോരുത്തരുടെയും മുമ്പിൽ ഇന്ന് നാം ചോദിക്കേണ്ട ഒരു ചോദ്യം: ഞാൻ വീണ്ടും ജനിച്ച ഒരു വ്യക്തിയാണോ? വീണ്ടും ജനനം എന്ന പദം സത്യത്തിൽ ആ വസ്തുത ക്രിസ്തീയ ജീവിതത്തിലെ ഏറ്റവും അത്ഭുതാവഹരമായ ഒരു കാര്യമാണ്. ആദ്യം തന്നെ പുതിയ നിയമത്തിൽ അതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന 3 പ്രധാനപ്പെട്ട വാക്കുകളെ പറ്റി നമുക്കൊന്ന് നോക്കാം. വാക്കുകളെ പറ്റി ഒന്ന് ചിന്തിക്കാം. തിത്തോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ തിത്തോസിന് പൗലോസ് പുസ്തകം എഴുതിയ ലേഖനത്തിന്റെ 3-ന്റെ 5-ാം വാക്യത്തിൽ ആണ് വീണ്ടും ജനനം എന്ന പദം ഉപയോഗിച്ചതായിട്ട് ഒന്ന് നാം കാണുന്നത്. അവിടെയും മത്തായി സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യത്തിലും അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം പാലിംഗനേസ്യ എന്ന ഒരു വാക്കാണ്. മത്തായി സുവിശേഷത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: എന്നെ അനുഗമിച്ചിരിക്കുന്ന നിങ്ങൾ പുനർജനനത്തിൽ മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളും 12 സിംഹാസനത്തിൽ ഇരുന്ന് ഇസ്രായേൽ ഗോത്രം 12-നും ന്യായം വിധിക്കും. അതുപോലെ തിത്തോസിന്റെ ലേഖനം 3-ന്റെ 5-ാമത്തെ വാക്യത്തിൽ എന്നാൽ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ ദയയും, 6-ാം വാക്യം, നാം അവന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശ പ്രകാരം നിത്യജീവന്റെ അവകാശികളായി തീരേണ്ടതിന് പുനർജനന സ്നാനം കൊണ്ടും നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ടും തന്നെ അങ്ങനെയാണ് നാം രക്ഷിക്കപ്പെട്ടത് എന്നാണ് 3-ന്റെ 5. പാലിംഗനേസ്യ എന്ന് പറഞ്ഞാല്, പാലിൻ എന്ന് പറഞ്ഞ വീണ്ടും, ഗനേസ്യ എന്ന് പറഞ്ഞ ജനനം, വീണ്ടും ജനനം എന്ന വാക്ക്. അതിൽ 19-ന്റെ 28-ാമത്തെ വാക്യം ഉപയോഗിച്ചിരിക്കുന്നത് പുനരുത്ഥാന ജീവിതത്തെ പറ്റിയുള്ള കർത്താവിന്റെ ഒരു പ്രസ്താവനയാണ് ആ സാഹചര്യത്തിൽ. പിന്നെ മറ്റൊരു വാക്യം ഉള്ളത്
യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 3-7 വാക്യങ്ങളിൽ കർത്താവ് നിക്കോദെമസിനോട് പറയുന്ന വാക്കുണ്ടല്ലോ, അത് ഗെനാവോ അനോത്തൻ എന്നൊരു ഗ്രീക്ക് വാക്കാണ്. അനോത്തൻ എന്ന് പറഞ്ഞാൽ ഉയരത്തിൽ നിന്ന് എന്നാണ് അതിന്റെ പ്രഥമ അർത്ഥമെങ്കിലും വീണ്ടും എന്നും പരിഭാഷപ്പെടുത്താവുന്ന ഒരർത്ഥമാണ്. ഈ കോണ്ടെക്സ്റ്റില് മിക്കവാറും അതിന്റെ അർത്ഥം നിക്കോദെമസ് പറയുന്നുണ്ടല്ലോ, വീണ്ടും അമ്മയുടെ ഉദരത്തിൽ കയറി ജനിക്കുക വീണ്ടും ജനിക്കുക എന്ന് പറയുമ്പോൾ വീണ്ടും ജനിക്കുക എന്നൊരാശയം അതിന് ഉണ്ട്, ആ വാക്കിനുണ്ട്. അതാണ് ആ 2ാമത്തെ വാക്യം. കർത്താവ് നിക്കോദെമസിനോട് പറയുന്ന വാക്ക് ഉണ്ടല്ലോ, 3-ാം വാക്യം, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. പുതുതായി ജനിക്കുക എന്നുള്ളത് വീണ്ടും ജനിക്കുക എന്ന ആശയമാണ്. പുതുതായി എന്നും ഉയരത്തിൽ നിന്ന് ജനിക്കുക എന്നൊക്കെ വേണമെങ്കിൽ പരിഭാഷപ്പെടുത്താവുന്ന ഒരു പദമാണ് അത്. കർത്താവ് 7-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പുതുതായി ജനിക്കണം, അതായത് വീണ്ടും എഗെയിൻ വീണ്ടും ജനിക്കണം എന്ന് ഞാൻ നിന്നോട് പറയുകയാൽ നീ ആശ്ചര്യപ്പെടരുത് എന്ന് പറയുന്നുണ്ട്. വേറെ ഒരു പദം അതിനോട് ചേർന്ന് പോകുന്നത് അനാഗനാവോ എന്ന ഒരു പദമാണ്. അത് പത്രോസിന്റെ ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിലും 1-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിലും ഉപയോഗിച്ചിരിക്കുന്നതാണ്. 1:23 ഇങ്ങനെയാണ്, കെടുന്ന ബീജത്താലല്ല കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. ഈ പദങ്ങളാണ് വീണ്ടും ജനനത്തെ പറ്റി പുതിയ നിയമത്തില് ഉപയോഗിച്ചിരിക്കുന്നത്. വീണ്ടും ജനിക്കുക, ഉയരത്തിൽ നിന്ന് ജനിക്കുക, പുതുതായി ജനിക്കുക എന്നൊക്കെ അതിനെ പറയാം. അതായത് ഒരു സ്വാഭാവിക ജനനം നമുക്കുണ്ട്, അതിന് പുറമെ ഒരു ജനനം കൂടെ, രണ്ടാമതൊരു ജനനം കൂടെ എന്ന ആശയമാണ് ആ വാക്കിന് ഉള്ളത്. ഇനി ഈ പദം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നാണല്ലോ, അതിന്റെ വിവക്ഷകൾ എന്താണ് എന്നാണ് തുടർന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. ഒന്നാമത് ഞാൻ അതിനെ സംബന്ധിച്ച് പറയുന്നത്, വീണ്ടും ജനനം ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ആത്മീക ജീവിതത്തിന്റെ ആരംഭമാണ്. വീണ്ടും ജനനം യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ആത്മീക ജീവിതത്തിന്റെ ആരംഭമാണ്. അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഒരർത്ഥത്തിൽ വളരെ എളുപ്പമാണ്. ജനനം എന്നത് നമുക്കറിയാം, ഒരു ജീവിതത്തിന്റെ ആരംഭത്തിനാണ് ജനനം എന്ന് പറയുന്നത്. ഒരു കുഞ്ഞ് ജനിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ജീവിതം ആരംഭിക്കുകയാണ്. അമ്മയുടെ ഉദരത്തിൽ തന്നെ ഒരു കുഞ്ഞിന്റെ ജീവിതം ആരംഭിക്കുകയാണ്, അത് ജനിക്കുകയാണ്. അതായത് ഒരു മാതാപിതാക്കളുടെ മകനോ മകളോ ആയി ഒരു മനുഷ്യ ജീവിതം ആരംഭിക്കുന്നു. മനുഷ്യന്റെ സ്വാഭാവികമായ സ്ഥാനവും സാധ്യതകളും സ്വഭാവവും അവന്റെ ഡെസ്റ്റിനി, അവന്റെ ഭാഗതയും എല്ലാം ഈ ജീവിതത്തിന്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. ജനിക്കുമ്പോൾ ഇതിലേക്കെല്ലാമാണ് ജനിക്കുന്നത്. അവന്റെ പ്രവൃത്തികളും അവന്റെ പ്രതികരണങ്ങളും അവന്റെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും ഈ ജനനത്തിന്റെ ഫലമായി അവന് ലഭിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ വീണ്ടും ജനനം എന്നത് യേശുക്രിസ്തുവിൽ വിശ്വാസം അർപ്പിക്കുന്ന ഒരു വ്യക്തിയിൽ സംഭവിക്കുന്ന ഒരു പുതിയ ജീവിതത്തിന്റെ ആരംഭമാണ്. ആദ്യത്തെ സ്വാഭാവിക ജനനം ഈ ലോകത്തിലെ ഒരു മനുഷ്യ ജീവിതത്തിന്റെ ആരംഭം, അതിന്റെ അവസാനവും നമുക്കറിയാം. മരണത്തിലേക്ക് പോകുന്ന ഒരു ജീവിതത്തിന്റെ ആരംഭം, ജീവിതം, അതാണ് സംഭവിക്കുന്നത്. എന്നാൽ വീണ്ടും ജനനം യേശുക്രിസ്തുവിൽ വിശ്വാസം അർപ്പിക്കുന്ന ഒരു വ്യക്തിയിൽ നിത്യമായ ആത്മീക ജീവിതത്തിന്റെ ആരംഭം കുറിക്കുന്ന ദൈവീക പ്രവർത്തനമാണ്. വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൽ ഒരു ആത്മീക ജീവിതത്തിലേക്ക് ഒരാള് പ്രവേശിക്കുകയാണ്. അപ്പൊ അമ്മയുടെ ഉദരത്തിൽ ജനിക്കുമ്പോൾ ഒരാളുടെ ഈ ലോക ജീവിതമാണ് ആരംഭിക്കുന്നത്. അതുപോലെ വീണ്ടും ജനിക്കുമ്പോൾ അവനിൽ ആരംഭിക്കുന്നത് നിത്യമായ ഒരു ജീവിതത്തിന്റെ ജീവിതമാണ്. നിത്യമായ ഒരു ജീവിതമാണ്, ഒരു പുതിയ ജീവിതത്തിലേക്കുള്ള ജനനം, ഒരു പുതുജനനം. ഈ വാക്ക് പറയുമ്പോൾ ഒരു ജനനം എന്ന വാക്ക് തന്നെ കർത്താവ് ഉപയോഗിക്കുമ്പോൾ അതില് ഒരു വിവക്ഷ പ്രത്യേകമായിട്ടുള്ളത്, മാതാപിതാക്കളിൽ നിന്ന് ജനിക്കുമ്പോൾ ഒരു പുതിയ ബന്ധം കൂടി അവിടെ സ്ഥാപിക്കപ്പെടുകയാണ്. മാതാപിതാക്കളുടെ മകളോ ആയിട്ടാണ് ഒരു വ്യക്തി സ്വാഭാവികമായിട്ട് ജനിക്കുന്നത്. അതുപോലെ തന്നെ വീണ്ടും ജനിക്കുമ്പോൾ ദൈവത്തിന്റെ പൈതലായി ജനിക്കുകയാണ് ചെയ്യുന്നത്. ദൈവത്തിന്റെ പൈതൽ, അതായത് ദൈവവും ഈ വ്യക്തിയും തമ്മിൽ ഇതിനു മുമ്പ് ഇല്ലാതിരുന്ന ഒരു പുതിയ ബന്ധം ആരംഭിക്കുകയാണ്.
ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. വിവിധ ആത്മീയ ദർശനങ്ങൾ, വിവിധ മതദർശനങ്ങൾ ദൈവവും മനുഷ്യരും തമ്മിലുള്ള ബന്ധങ്ങളെ പല നിലകളിലാണ് വ്യാഖ്യാനിക്കാറുള്ളത്. ഉദാഹരണത്തിന് ഇസ്ലാമിന്റെ മതദർശനത്തില് ദൈവവും മനുഷ്യരും തമ്മിലുള്ള ബന്ധം, ഒരു മുസ്ലിമും തമ്മിലുള്ള ബന്ധം ഒരു സൃഷ്ടാവ് സൃഷ്ടി എന്ന തരത്തിലുള്ള ഒരു ബന്ധമാണ്. ദൈവ സൃഷ്ടാവ്, മനുഷ്യർ സൃഷ്ടികൾ, എല്ലാ മനുഷ്യരും സൃഷ്ടികളും സൃഷ്ടാവും. അപ്പൊ സൃഷ്ടാവ് സൃഷ്ടിയും തമ്മിലുള്ള ബന്ധം അത് നന്നായി കൊണ്ടുപോകണം എന്ന തരത്തിലാണ് അവര് ജീവിതത്തെ അവര് കാണുന്നത്. എന്നാൽ ഒരു ഹിന്ദുമതം തത്വം വെച്ച് നോക്കിയാല് താത്വികമായി ഹിന്ദുമതത്തില് മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കാൻ അവര് മനുഷ്യനും ദൈവവും തത്വത്തിൽ ഒന്ന് തന്നെയാണ് എന്ന ഒരു ആശയമാണ് താത്വികമായിട്ട് അവര് പറയുന്നത്. കാരണം ദൈവത്തിന്റെ ആ അംശം തന്നെയാണ് മനുഷ്യൻ എന്ന ചിന്തയാണല്ലോ അവർക്കുള്ളത്. എന്നാൽ ഒരു പോപ്പുലർ ഹിന്ദുയിസം, ഒരു ജനപ്രിയ ഹിന്ദുയിസത്തിൽ നോക്കിയാൽ ഒരു ദേവൻ അല്ലെങ്കിൽ ദേവിയുടെ ഭക്തനോ ഭക്തയോ, ആ ഭക്തൻ ദേവന്റെ ഭക്തൻ, ദൈവത്തിന്റെ ഭക്തൻ എന്ന റിലേഷൻഷിപ്പാണ് അവര് പ്രധാനമായിട്ടും അവരുടെ ബന്ധത്തെ സൂചിപ്പിക്കാൻ. എന്നാൽ ഒരു ക്രിസ്തീയ വിശ്വാസത്തിൽ ദൈവത്തിന്റെ അടുക്കിലേക്ക് വരുന്ന ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധം എന്താ? അത് പിതാവും മക്കളും എന്ന ബന്ധമാണ്. അത് നിസ്തുല്യമായിരിക്കുന്ന ഒരു ദർശനമാണ്, ഒരു കാഴ്ചപ്പാടാണ്. ദൈവവും സൃഷ്ടാവ് സൃഷ്ടിയും എന്നുള്ള ജനറലായിരിക്കുന്ന ഒരു ബന്ധം എല്ലാ മനുഷ്യരുമായിട്ട് ദൈവത്തിനുണ്ട്. എല്ലാവരും ദൈവത്തിന്റെ സൃഷ്ടികളാണ്. എന്നാൽ അതിന്റെ അനുഭവങ്ങളും നന്മകളും അതിന്റെ പ്രയോജനങ്ങളും ഒക്കെ എല്ലാവരും അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ അതിനുപരിയായി ഈ ഒരു മനുഷ്യൻ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുമ്പോൾ അവൻ ദൈവത്തിന്റെ പുത്രനായി തീരുന്നു, ദൈവ പൈതലായി തീരുന്നു എന്നുള്ള ബന്ധം, അത് ക്രിസ്തീയതയുടെ ഒരളവിൽ യുണീക്കായിരിക്കുന്ന, നിസ്തുല്യമായിരിക്കുന്ന ഒരു കാഴ്ചപ്പാടാണ്. അതാണ് ആ ബന്ധം, ആ പിതൃപുത്ര ബന്ധം. അതാണ് ദൈവ പൈതലും ഒരു വിശ്വാസി ക്രിസ്തുവിൽ അനുഭവിക്കുന്നതായിരിക്കുന്ന ആ ബന്ധം. ആ ബന്ധത്തിന്റെ അനുഗ്രഹവും നന്മയും അതിന്റെ അവകാശവും അതിന്റെ ദൗത്യവും ഉത്തരവാദിത്വവും എല്ലാം ആരംഭിക്കുന്ന ആ ആരംഭത്തിനാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത്. ദൈവത്തിൽ നിന്ന് ജനിക്കുകയാണ് അവര്. അപ്പം രണ്ടാമതായിട്ട് ഈ വീണ്ടും ജനനം ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ അടിസ്ഥാനപരമായ ഒരു മാറ്റമാണ്. അതായത് ഒരാൾ വീണ്ടും ജനിച്ചു എന്ന് പറയുമ്പോൾ ആ വാക്ക് തന്നെ സൂചിപ്പിക്കുന്നത് പോലെ പഴയതിന്റെ ഒരു തുടർച്ചയെ പറ്റി അല്ല, അതിന്റെ മെച്ചപ്പെടുത്തലിനെ പറ്റിയോ നവീകരണത്തെ പറ്റിയോ അല്ല അവിടെ പറയുന്നത്. വീണ്ടും ജനനം ജീവിത നവീകരണമല്ല, ജീവിത രൂപാന്തരമാണ്. ഇറ്റ് ഈസ് നോട്ട് എ റിഫോർമേഷൻ ഓഫ് ലൈഫ്, ബട്ട് ഇറ്റ് ഈസ് എ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ലൈഫ്. പഴയ നിയമത്തിലെ ചില വാക്കുകൾ അത് വ്യക്തമാക്കി നമുക്ക് വായിക്കാം. എഹെസ്കേലിന്റെ പുസ്തകം 36-26 വാക്യത്തിൽ, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും, കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും, എന്റെ ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എന്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും, നിങ്ങൾ എന്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും. അപ്പൊ ഇതൊരു ഒരു 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 മെച്ചപ്പെടുത്തലല്ല, ഇതൊരു പുരോഗതിയല്ല, ഇതൊരു രൂപാന്തരപ്പെടുത്തലാണ്. പുതിയൊരു ഹൃദയം തന്ന്, പുതിയൊരു ആത്മാവിനെ തന്ന് ഒരു പുതിയ ആളാക്കി തീർക്കുന്ന ഒരു പ്രക്രിയയാണ്. കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിന്റെ 17-ാമത്തെ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. അതായത് ജീവിതത്തെക്കുറിച്ചുള്ള സകല വീക്ഷണങ്ങളും മാറുകയാണ്, രൂപാന്തരപ്പെടുകയാണ്. ജീവിത ലക്ഷ്യങ്ങൾ മാറുകയാണ്, സ്വഭാവത്തിന് വ്യതിയാനം വരികയാണ്, പ്രവർത്തികൾ സമഗ്രമായിട്ട് അതിനൊക്കെ ഒരു രൂപാന്തരം, ഒരു മാറ്റപ്പെടൽ വരികയാണ്. ഇതുവരെ ചെയ്യാത്ത പ്രവൃത്തികൾ ഇവർ ചെയ്യാനായിട്ട് തുടങ്ങിയാണ്. ഇതുവരെ ആഗ്രഹിക്കാത്ത ജീവിത ലക്ഷ്യങ്ങൾ അവർക്ക് വരികയാണ്. ഒരു സമഗ്രമായ രൂപാന്തരം. അപ്പൊ ഈ ലോക ജീവിതത്തില് ജീവിച്ചിരുന്ന വ്യക്തി അതിനതീതമായി ഒരു പുതിയ ജീവിതത്തിലേക്ക് വരുന്നു. അദ്ദേഹം ഒരു പുതിയ ആളായിട്ട് തീർന്നിരിക്കുന്നു, ഒരു പുതിയ മനുഷ്യനായിട്ട്, പുതുമനുഷ്യനായിട്ട് തീർന്നിരിക്കുന്നു.
അപ്പൊ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, വീണ്ടും ജനിച്ച ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ മേലെഴുത്ത് മാറി. ഇനി അദ്ദേഹത്തെ പാപി എന്നല്ല വിളിക്കേണ്ടത്, വിശുദ്ധൻ എന്നാണ് വിളിക്കേണ്ടത്. അതാണ് പുതിയ നിയമത്തിന്റെ ടെർമിനോളജി. അയാൾ വിശുദ്ധനാണ്, മാറ്റിവെക്കപ്പെട്ടവനാണ്, വേർതിരിക്കപ്പെട്ടവനാണ്. അപ്പൊ പിന്നെ പാപം ചെയ്യുന്നു എന്ന് ചോദിച്ചാല്, അതെ, പലപ്പോഴും ചീത്ത കാര്യങ്ങളും മോശമായ കാര്യങ്ങളും ചെയ്യുന്ന ഒരു വിശുദ്ധനാണ്. എന്നാൽ ഒരു ലോക മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അനേകം നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പാപിയാണ്. ഫലത്തിൽ മാറ്റിവെക്കപ്പെടാത്തവനാണ്, പാപിയാണ്, ഈ ലോക മനുഷ്യനാണ്. അനേകം നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നാൽ ഒരു ക്രിസ്തുവിലുള്ള ഒരു വ്യക്തി, വീണ്ടും ജനിച്ചൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധനാണ്. പക്ഷെ പലപ്പോഴും തിന്മകളും ദോഷങ്ങളും അതിൽ ഉണ്ടെന്നുള്ളത് ഒരു ചേർച്ചക്കുറവായിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ഈ മാറ്റത്തെ പറ്റി പറയുമ്പോൾ മനുഷ്യന്റെ പ്രകൃതി മാറുകയല്ല, പ്രകൃതിപരമായ ഒരു മാറ്റമല്ല. ആ മനുഷ്യപ്രകൃതി തന്നെയാണ്. രക്ഷിക്കപ്പെട്ടാലും വീണ്ടും ജനിച്ചാലും ആള് മനുഷ്യൻ തന്നെയാണ്. പക്ഷെ അവന്റെ സ്ഥാനത്തിലും സ്വഭാവത്തിലും പ്രവർത്തനങ്ങളിലുമെല്ലാമാണ് സത്യത്തിൽ ഈ രൂപാന്തരം സംഭവിക്കുന്നത്. പഴയ പ്രകൃതി, മനുഷ്യപ്രകൃതി എന്നുള്ളത് പ്രകൃതി തന്നെയാണ്. പക്ഷെ എന്നാൽ മാറ്റം വരുന്നത് യഥാർത്ഥ മനുഷ്യത്വത്തിലേക്കുള്ള ഒരു മടങ്ങിപ്പോക്കാണ് വീണ്ടും ജനനം. അതായത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ എന്താണ് വിഭാവനം ചെയ്തത്, ആ വിഭാവനം ചെയ്ത ആ മനുഷ്യത്വത്തിലേക്ക്, ആ തേജസ്സും മാനവും അധികാരവും മഹത്വമുള്ള ആ മനുഷ്യത്വത്തിലേക്കുള്ള ഒരു മടങ്ങിപ്പോക്കാണ്, അതിന്റെ തിരിച്ചുപിടിക്കലാണ് ക്രിസ്തുവിൽ വീണ്ടും ജനിക്കുമ്പോൾ ഒരാളില് സംഭവിക്കുന്നതായിരിക്കുന്ന ഒരു കാര്യം. മൂന്നാമത്തെ കാര്യം, വീണ്ടും ജനനം ഒരിക്കലായി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ അതിന്റെ ഫലം പുരോഗമനാത്മകമായ ഒരു ആത്മീക ജീവിതമാണ്. ഇത് നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമുള്ള കാര്യമാണ്. അപ്പൊ ആദ്യം ജനിക്കുമ്പോഴും സ്വാഭാവിക ജനനവും ഒരിക്കലായിട്ടല്ലേ നടക്കുന്നത്. നമ്മൾ ജനിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളല്ലല്ലോ. വീണ്ടും ജനിച്ചുകൊണ്ടിരിക്കുന്നു നമുക്ക് ജനിച്ചുകൊണ്ടിരിക്കുന്നു പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ വീണ്ടും ജനനവും ഈ ജീവിതത്തിന്റെ ആരംഭത്തെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ആരംഭം ഒരിക്കലല്ലേ ആരംഭിക്കുന്നത്. എന്നാൽ ഒരിക്കൽ ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പുരോഗമനാത്മകമായ ഒരു പ്രക്രിയയുണ്ട്. അതിന്റെ പേരാണ് വിശുദ്ധ ജീവിതം അഥവാ പുതുജീവിതം. അതായത് ഈ ജീവിതത്തിലേക്ക് ജനിച്ചാൽ പിന്നെ ആ ജീവിതം പുരോഗമനാത്മകമായിട്ട് ജീവിക്കുകയാണ്, അതിൽ വളരുകയാണ്. ഒരർത്ഥത്തിൽ നമ്മൾ അതിനാണ് വിശുദ്ധീകരണം എന്ന് പറയുന്നത്. പത്രോസിന്റെ 1-ാം ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. കർത്താവ് ദയാലു എന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ. ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ ഒരു വ്യക്തി കർത്താവായ യേശുക്രിസ്തുവിലേക്ക് വരുമ്പോൾ അവൻ വീണ്ടും ജനിച്ച് ഒരു ശിശു വളരുന്നത് പോലെ പുതുജീവിതത്തിൽ, ആ ദൈവിക ജീവിതത്തിൽ അവൻ പിന്നെ വളരാനായിട്ട് തുടങ്ങിയാണ്. ജനിക്കാതെ വളരാനായിട്ട് കഴിയാത്തതുപോലെ വീണ്ടും ജനിക്കാതെ ഒരാൾക്ക് ദൈവരാജ്യത്തിന്റെ വ്യവസ്ഥിതിയില് ഒരാൾക്ക് വളരാനായിട്ട് കഴിയില്ല. ഇനി 4-മത്തെ കാര്യം, വീണ്ടും ജനനം എന്നുള്ളത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. അതൊരു മാനുഷിക പ്രവൃത്തിയല്ല, ദൈവം ചെയ്യുന്ന പ്രവൃത്തിയാണ്. ഇത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പ്രയാസമുള്ളൊരു കാര്യമല്ല. ഒരു സ്വാഭാവിക ജന്മം എന്നുള്ളത് ജനിക്കുന്ന വ്യക്തിയുടെ പ്രവൃത്തിയല്ല, ജനിപ്പിക്കുന്ന മാതാപിതാക്കളുടെ പ്രവൃത്തിയാണ്. വ്യക്തി ജനിക്കുകയാണ്. അത് ഒരു പാസീവ്, ഒരർത്ഥത്തിൽ ഒരു പാസീവ് ആയിരിക്കുന്ന ഒരു കാര്യമാണ്. അതിന്റെ പ്രവൃത്തി ചെയ്തത് അത് മാതാപിതാക്കളാണ്. ജനനത്തിൽ ഉൾപ്പെടുന്നത് പോലെ ദൈവമാണ് ഒരു വ്യക്തിയെ വീണ്ടും ജനിപ്പിക്കുന്നത്. ചില വാക്യങ്ങളെ സംബന്ധിച്ച് വായിക്കാം. യോഹന്നാൻ 3-ാമത്തെ വാക്യത്തിലെ കർത്താവ് പറയുന്നുണ്ട്, ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. ആരും സ്വയമായി ജനിക്കാത്തതുപോലെ വീണ്ടും ജനിപ്പിക്കുന്നത് ദൈവമാണ്. ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണ് അവര്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ അവർ ജനിച്ചത് ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. അപ്പൊ വീണ്ടും ജനിച്ച ഒരു വ്യക്തി ദൈവത്താൽ ജനിപ്പിക്കപ്പെട്ടവരാണ്. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യത്തിൽ അവൻ നീതിമാൻ എന്ന് നിങ്ങൾ ഗ്രഹിച്ചിരിക്കുന്നു എങ്കിൽ നീതി ചെയ്യുന്നവനൊക്കെയും അവനിൽ നിന്ന് ജനിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നു. ഒരു ദൈവ പൈതൽ ദൈവത്തിൽ നിന്ന്
ജനിച്ചിരിക്കുന്ന ആളാണ്. അതുപോലെ 5-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം, 1 യോഹന്നാൻ, യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവൻ എല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ജനിപ്പിച്ചവനെ സ്നേഹിക്കുന്നവനെല്ലാം അവനിൽ നിന്ന് ജനിച്ചവനെയും സ്നേഹിക്കുന്നു. അപ്പൊ യേശുവിനെ വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. ഇതുപോലെ തന്നെ പത്രോസിന്റെ ലേഖനത്തിലെ 1-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം, അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ തന്റെ കരുണാധിക്യ പ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയാൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ദൈവം നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളത് നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. ദൈവം നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. നമ്മുടെ ജനനം, വീണ്ടും ജനനം ദൈവവചനത്താലുള്ള ഒരു വീണ്ടും ജനനം ആണ്. യാക്കോബിന്റെ ലേഖനത്തിൽ നിന്ന് ഒരു വാക്യം വായിക്കാം. 1-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം, നാം അവന്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യഫലമാകേണ്ടതിന് അവൻ തന്റെ ഇഷ്ടഹേതുവായി സത്യത്തിന്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. ദൈവം നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. അപ്പൊ വീണ്ടും ജനനം എന്നുള്ളത് മനുഷ്യൻ നമ്മൾ ജനിക്കുന്നതല്ല എന്ന് നമുക്കറിയാം. ദൈവം നമ്മെ ദൈവത്തിന്റെ പൈതലായി ദൈവരാജ്യത്തിലേക്ക്, ദൈവ കുടുംബത്തിലേക്ക്, സ്വർഗത്തിലും ഭൂമിയിലും പേര് വരുവാൻ കാരണമായിരിക്കുന്ന സകല കുടുംബത്തിനും പേര് വരുവാൻ കാരണമായിരിക്കുന്ന പിതാവെന്നാണല്ലോ പിതാവിനെ അപ്പോസ്തലൻ എഫേസ്യലേഖനത്തിൽ വിളിച്ചത്. ആ കുടുംബത്തിലേക്ക് നമ്മെ ജനിപ്പിക്കുകയാണ്. ആ കുടുംബത്തിലേക്കുള്ള അംഗത്വം, അതിലേക്ക് അവിടുത്തെ പൗരന്മാരായി, അവിടുത്തെ മക്കളായി, അവകാശികളായി നമ്മെ കൂടെ പ്രവേശിപ്പിക്കുകയാണ് ദൈവം ചെയ്യുന്നത്. വിശ്വസിക്കുന്നവരെ പ്രവേശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതൊരു പുതിയ ജീവിതത്തിന്റെ തുടക്കമാണ്, ഒരു പുതുജീവിതത്തിന്റെ തുടക്കമാണ്. ഇനി ഈ ജീവിതത്തെ പറ്റി പറയാവുന്ന 5-ാമത്തെ കാര്യം, വീണ്ടും ജനിച്ചവർ പുതിയ ജീവിതം ജീവിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. ഒരു പുതിയ ജീവിതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഈ ജീവിതത്തിന്റെ ശക്തി, അതിന്റെ ചൈതന്യം, അതിനെ നിയന്ത്രിക്കുന്ന അറിവ്, അതിന്റെ ബലം, ആധാരം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ടാണ് പുതുജീവിതത്തെ നമ്മൾ ആത്മീയ ജീവിതം എന്ന് വിളിക്കുന്നത്. ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പരിശുദ്ധാത്മാവിനുള്ള ജീവിതം എന്നാണ് ക്രിസ്തീയ ഭാഷയിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ലോകത്തിലെ പൊതുവെ ആളുകൾ ആത്മീയം എന്ന് പറഞ്ഞാൽ ശരീരത്തിന് അതീതമായ മനുഷ്യന്റെ ചിന്തകളെയും ദൈവിക ചിന്തകളെയും കുറിക്കുന്ന ഒരു പദമായിട്ടാണ്. എന്നാൽ ബൈബിളിൽ പുതിയ നിയമത്തിൽ ആത്മീയം എന്ന് പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലും ശക്തിയിലും ഉള്ള കാര്യങ്ങൾ എന്ന ആശയത്തിലാണ്. അതുകൊണ്ട് വീണ്ടും ജനനം വീണ്ടും ജനനത്തിൽ ആരംഭിക്കുന്ന ജീവിതം ഒരു ആത്മീയ ജീവിതമാണ്, ആത്മാവിലുള്ള ജീവിതമാണ്, ആത്മാവിനാലുള്ള ഒരു ജീവിതമാണ്. ഗലാത്യലേഖനം 5:25 നാം വായിക്കുന്നുണ്ട്, ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യാം. അപ്പൊ നമ്മളെ ഈ ലോകത്തിൽ ഒരു മനുഷ്യനെ ജീവിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവല്ല എന്ന് നമുക്കറിയാം. അത് ഈ ലോകത്തിന്റെ ശക്തികളും, ഈ ലോകത്തിന്റെ പ്രാപ്തിയും, ഈ ലോകത്തിന്റെ ചിന്തകളും, ഈ ലോകത്തിന്റെ ലക്ഷ്യങ്ങളും ഒക്കെയാണ് ഒരാളെ ജീവിപ്പിക്കുന്നത്. അത് വളരെ പ്രയോജനവും നല്ല ജീവിതവുമാണ്. അത് അതിൽ തന്നെ തെറ്റാവുന്നില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ദൈവരാജ്യത്തിൽ ഒരു വ്യക്തിയെ ജീവിപ്പിക്കുന്നത് എന്താണ്? അത് പരിശുദ്ധാത്മാവിന്റെ പരിജ്ഞാനം, പരിശുദ്ധാത്മാവിന്റെ അറിവ്, പരിശുദ്ധാത്മാവിന്റെ താല്പര്യങ്ങൾ, ആത്മാവിന്റെ ബലപ്പെടുത്തൽ, ആത്മാവിന്റെ ശക്തിപ്പെടുത്തൽ. ഇത് ആത്മാവിന്റെ ഒരു ജീവിതമാണ്. ആ പരിശുദ്ധാത്മാവാണ് ഈ ജീവന്റെ ആധാരം. അതായത് നമ്മൾ വേറൊരു വാക്യത്തിൽ ചിന്തിച്ചാൽ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം 2 തലത്തിലുള്ള ജീവിതങ്ങളുണ്ട്. ഒന്നാമത്തെ തലം ഒരു സ്വാഭാവിക ജനനത്തിലൂടെ ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഈ ലോകത്തിലെ ജീവിതം. അതിലേക്കാണ് എല്ലാ മനുഷ്യരും, നമ്മളും ആ ജീവിതത്തിലേക്കാണ് പിറന്നു വീണത്. ഒരു മനുഷ്യനായി പിറന്നപ്പോൾ നമ്മൾ ജനിച്ചപ്പോൾ ഈ ലോക ജീവിതത്തിലേക്ക് വന്നു. അവിടെ നമ്മൾ ദൈവത്തെ വിശ്വസിക്കുന്നുണ്ടോ, യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ളതൊന്നും വിഷയമല്ല. എല്ലാവരും
ഈ മാനുഷികമായിരിക്കുന്ന ഒരു ജീവിതം. അവർ ജീവിക്കുന്നു, വളരുന്നു, പല ബന്ധങ്ങളും പല പ്രവൃത്തികളും താല്പര്യങ്ങളും ലക്ഷ്യങ്ങളും ആവശ്യങ്ങളും സംഘർഷങ്ങളും അങ്ങനെ എല്ലാമുള്ള ഒരു ഒരു സംഭവബഹുലമായിരിക്കുന്ന ഒരു ജീവിതം അതെല്ലാവർക്കും ഉണ്ട്, എല്ലാ മനുഷ്യർക്കും ഉണ്ട്. വിശ്വാസികൾ എന്ന് പറയുന്നവർക്കും ആ ഒരു തലത്തിലുള്ള ജീവിതമുണ്ട്, നമുക്കും ഉണ്ട് ആ തരത്തിലുള്ള ഒരു ജീവിതം. ഈ ലോകത്തിന്റെ ജീവിതം, അതിന്റെ ഭക്ഷണം, അതിന്റെ പാർപ്പിടം, അതിന്റെ വസ്ത്രം, അതിന്റെ ജോലി, സംഘർഷങ്ങളെല്ലാം ഉള്ളതായിരിക്കുന്ന ഒരു ജീവിതം നമുക്കുമില്ലേ? അത് ഒരു തലത്തിലുള്ള ഒരു ജീവിതമാണ്. അത് ജന്മത്തിൽ ആരംഭിച്ച് അത് മരണത്തിൽ അവസാനിക്കുന്ന ഒരു ജീവിതമാണ് നമുക്കറിയാം. എന്നാൽ അതോടൊപ്പം തന്നെ ഒരു ദൈവ പൈതലിൽ അവൻ ക്രിസ്തുവിലേക്ക് വരുമ്പോൾ ഒരു പുതിയ തലത്തിലുള്ള ഒരു ജീവിതം കൂടെ തുടങ്ങിയാണ്. ഒരു വേറൊരു ഹയർ തലം, ഒരു ഉയർന്ന തലം. അതൊരു ദൈവരാജ്യ ജീവിതത്തിന്റെ തലമാണ്. ഒരു ദൈവരാജ്യത്തിലെ പൗരൻ എന്ന നിലയിലുള്ള കാഴ്ചപ്പാടുകൾ, അറിവുകൾ, ദർശനങ്ങൾ, ലക്ഷ്യങ്ങൾ, താല്പര്യങ്ങൾ, ബന്ധങ്ങൾ എല്ലാം അവന്റെ ജീവിതത്തിലേക്ക് വരികയാണ്. അത് നമ്മൾ രക്ഷിക്കപ്പെട്ടു വന്നത് നമുക്കറിയാം. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് അതില്ലായിരുന്നല്ലോ. ഒരു ലോക മനുഷ്യൻ എന്ന നിലയിൽ ജീവിച്ച ആളുകളാണ്. ലോകത്തിലെ മതഭക്തന്മാർക്കും ഒരു ലൗകികമായ ഒരു ലോക മനുഷ്യൻ എന്ന നിലയിലുള്ള അവരുടെ കാഴ്ചപ്പാടുകളും അതിനൊക്കെ അവിടെ പ്രസക്തിയുണ്ട്. എന്നാൽ ക്രിസ്തുവിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമ്മളെ ആ തരത്തിൽ നിന്ന് ഉയർത്തി ഒരു വേറൊരു തലത്തിൽ നമ്മെ കൊണ്ടുവന്ന് അവിടെ ജീവിപ്പിക്കാനായിട്ട് നമ്മെ പ്രാപ്തരാക്കിയാണ് ചെയ്തത്. കർത്താവ് പറഞ്ഞു, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് കോൺട്രാസ്റ്റ് ചെയ്തത് എന്താ? എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കും എന്നിങ്ങനെയുള്ള ചിന്തകൾ ഈ ലോകത്തിന്റെ വലിയ ബന്ധപ്പാടുകളല്ലേ. അതൊരു ജീവിതമാണ്. എന്നാൽ ദൈവമക്കളായിരിക്കും നമ്മളുടെ മുൻഗണന, പ്രയോറിറ്റി മുമ്പേ രാജ്യവും നീതിയും. അത് വേറൊരു ജീവിത മേഖലയാണത്, വേറൊരു ജീവിത തലമാണ്. അധ്വാനവും ആശങ്കകളും ഉത്കണ്ഠകളും അതുപോലെ അതിനുവേണ്ട സമർപ്പണങ്ങളും ത്യാഗവും എല്ലാമുള്ള വേറൊരു ജീവിത തലം. ഈ ലോക ജീവിതത്തിന് അതീതമായ പുതിയ തലത്തിലുള്ള ഒരു ജീവിതം. ആ ജീവിതമാണ് വീണ്ടും ജന്മത്തിൽ ആരംഭിച്ചത്. ആ ജീവിതം ജീവിക്കണമെങ്കിൽ ഈ ലോകത്തിലെ ജീവിതത്തിന് വേണ്ട ആ ശക്തിപ്പെടുത്തൽ പോരാ, ആ ഭക്ഷണം പോരാ, ആ വെള്ളം പോരാ, ആ കാഴ്ചപ്പാടുകൾ പോരാ, ആ ദർശനവും പോരാ. അതിന് വേറൊരു ദർശനം, വേറൊരു കാഴ്ചപ്പാട്, വേറൊരു ബന്ധം, വേറൊരു സംവിധാനം വേണം. ആ സംവിധാനമാണ് ദൈവരാജ്യ സംവിധാനം. അത് സത്യത്തിൽ യേശുക്രിസ്തു ജീവിച്ച ജീവിതം ജീവിക്കലാണ്. നമുക്കറിയാം, ക്രിസ്തുവിന്റെ ജീവിതം ജീവിക്കലാണ്. അതുകൊണ്ടാണ് ഗലാത്യയിലെ 2-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്ങളുടെ വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. അതായത് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഒരു പുതിയ ജീവിതം എന്നിൽ ആരംഭിച്ചിട്ടുണ്ട്. അത് ക്രിസ്തു ജീവിതമാണ്. യേശു ക്രിസ്തു എന്നിൽ ജീവിക്കാനായിട്ട് തുടങ്ങിയാണ്. യേശു ക്രിസ്തുവിന്റെ ജീവിതം ഞാൻ ജീവിക്കണം എങ്കിൽ യേശു ക്രിസ്തുവിനെ ജീവിപ്പിച്ച അതേ പരിശുദ്ധാത്മാവ് എനിക്ക് വേണം. അതല്ലേ ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവിനെ, ക്രിസ്തുവിനെ ഈ ലോകത്തിൽ ജീവിപ്പിച്ച, ദൈവരാജ്യ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ജീവിപ്പിച്ച അതേ ആത്മാവിനെ എനിക്കും നിങ്ങൾക്കും തന്നപ്പോൾ നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്ന ജീവിതം ഏതാ? അത് വേറൊരു തലത്തിലുള്ള ജീവിതമാണ്. ഈ ലോകത്തിലെ ജീവിതം ജീവിക്കാനായിട്ട് ഈ ആത്മാവിനെ വേണ്ട. എന്നാൽ ദൈവരാജ്യത്തിന്റെ ജീവിതം ജീവിക്കണമെങ്കിൽ ക്രിസ്തുവിനെ നടത്തിയ അതേ ആത്മാവിനെയാണ് നമുക്ക് ദൈവം ഇന്ന് അച്ചാരമായിട്ട് നൽകിയിരിക്കുന്നത്. ആ ആത്മീയ ജീവിതത്തിന്റെ പൂർണ്ണ വെളിപ്പാട്, പൂർണ്ണ പ്രത്യക്ഷത, അതാണ് നമ്മുടെ നിത്യജീവൻ. നമുക്ക് അറിയാം, ആ ജീവിതത്തിലേക്കാണ് നമ്മെ ഇന്ന് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അതൊരു പുതിയ ജീവിതമാണ്. അപ്പൊ ഞാൻ വീണ്ടും ജനിച്ച വ്യക്തിയാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നോ ഒരു കാര്യം എന്നിൽ നടന്നു, ഒരു നിഗൂഢ പ്രവൃത്തി എന്നിൽ നടന്നു എന്നല്ല അതിന്റെ അർത്ഥം. ഞാൻ ക്രിസ്തു ജീവിച്ച ആ ദൈവരാജ്യ ജീവിതം, അതിന്റെ സമൃദ്ധിയിൽ ജീവിക്കാനുള്ള ആ വലിയ സാധ്യതയിലേക്ക് ദൈവം എന്നെ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ആ ജീവിതം ജീവിക്കുന്ന ഒരാളാണ് ഞാൻ എന്നാണ് ഞാൻ വീണ്ടും ജനിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ അവകാശപ്പെടുന്നത്. മറ്റൊരു കാര്യം, 6-ാമത്തെ കാര്യം, വിശ്വാസമാണ് വീണ്ടും ജന്മത്തിന്റെ ഏക വ്യവസ്ഥ. അതായത് ഒരു വ്യക്തി, ഒരു സ്വാഭാവിക മനുഷ്യൻ
ഒരു നാച്ചുറൽ മാൻ ദൈവരാജ്യ ജീവിതം ജീവിക്കാൻ, ദൈവത്തിന്റെ കുടുംബത്തിലെ ഒരു ദൈവ പൈതനായി ദൈവികമായ നിത്യമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ ഒരാളെ പ്രാപ്തരാക്കുന്ന ആ വീണ്ടും ജനനത്തിലേക്ക് ഒരാൾ വരുന്നത്, അവനെ ദൈവം വീണ്ടും ജനിപ്പിക്കുന്നതിന് ഒരു വ്യവസ്ഥ ഉണ്ടെങ്കിൽ അത് വിശ്വാസമാണ്. വേറൊരു വാക്ക് തന്നെ മാനസാന്തരം എന്ന് നമുക്ക് പറയാം. മാനസാന്തരം. പ്രവൃത്തികളുടെ പുസ്തകം 3:19 ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവിൻ. എന്നാൽ കർത്താവിന്റെ സന്മുഖത്ത് നിന്ന് ആശ്വാസകാലങ്ങൾ വരികയും നിങ്ങൾക്ക് മുൻനിയമിക്കപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ അവൻ അയക്കുകയും ചെയ്യും. മാനസാന്തരം എന്ന വാക്ക് ബൈബിളിൽ പുതിയ നിയമത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ വായിച്ചാല് പാപത്തിൽ നിന്നുള്ള വേർപാടും ദൈവത്തിങ്കിലേക്കുള്ള ആശ്രയത്വം ഉൾപ്പെടുന്ന ഒരു പദമാണ്. പാപ ജീവിതത്തോട് നോ പറഞ്ഞ് ദൈവത്തോട് യെസ് പറയുന്നതിനാണ് മാനസാന്തരം എന്ന് പറയുന്നത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അതിനകത്ത് പാപത്തിൽ നിന്നുള്ള പിൻവാങ്ങലും അതുപോലെ യേശു ക്രിസ്തുവിന്റെ വിശ്വാസവും അടങ്ങിയിരിക്കുന്ന ഒരു പദമാണ്. ആ മാനസാന്തരപ്പെടുന്നവരാണ് വീണ്ടും ജനിച്ച് ദൈവമക്കളായിട്ട് തീരുന്നത്. അതായത് പാപജീവിതം ഉപേക്ഷിച്ച് ക്രിസ്തുവിലുള്ള വിശ്വാസ ജീവിതം ജീവിക്കാനുള്ള ഒരു തീരുമാനം, അതാണ് മാനസാന്തരം. അപ്പൊ വീണ്ടും ജനനം എന്ന് പറഞ്ഞാലോ, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ വീണ്ടും ജനനവും ആ കാര്യം തന്നെയാണ് വേറൊരു വാക്കിൽ പറയുന്നത്. അതായത് തിന്മയുടെ ജീവിതം വിട്ട്, ഈ ലോകത്തിലെ പാപജീവിതം വിട്ട് ക്രിസ്തുവിലുള്ള പുതുജീവിതം ജീവിക്കാനുള്ള ദൈവികമായ ഒരു ശക്തിപ്പെടുത്തലാണ് വീണ്ടും ജനനം. വീണ്ടും ജനനം, ഞാൻ വീണ്ടും ജനിച്ച വ്യക്തിയാണ്, കർത്താവ് എന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം യേശു ക്രിസ്തു ജീവിച്ച ജീവിതം, അത് ജീവിക്കാനുള്ള ആ ജീവിതത്തിന്റെ ആരംഭം എന്നെ കുറിച്ചിരിക്കുകയാണ്. അതിനായിട്ടുള്ള പരിശുദ്ധാത്മാവ് എന്നിൽ വന്ന് പ്രവർത്തിക്കാനായിട്ട് ആരംഭിച്ചിരിക്കുകയാണ്. അതന്നല്ലേ മാനസാന്തരം. പാപത്തോട് നോ പറഞ്ഞ് ക്രിസ്തുയേശുവിലുള്ള ആശ്രയത്വത്തിലേക്ക് വരുന്നു. ഒരർത്ഥത്തിൽ അത് തന്നെയാണ് വീണ്ടും ജനനത്തില് സംഭവിക്കുന്നത്. ഒന്ന്, നമ്മുടെ പക്ഷത്തു നിന്ന് നോക്കിക്കാണുന്നതും മനുഷ്യന്റെ പക്ഷത്തു നിന്ന് അതിനെ നോക്കിക്കാണുന്നതും. രണ്ട്, ദൈവത്തിന്റെ പക്ഷത്തു നിന്ന് ദൈവം ചെയ്യുന്ന ബലപ്പെടുത്തലും ആണ്. ഇത് സംബന്ധിച്ച് വളരെ ലോക സഭാ ചരിത്രത്തില് ഏറ്റവും അധികം വിവാദങ്ങൾ നടന്നിട്ടുള്ള ഒരു വസ്തുത കൂടിയാണ് ഇത്. വീണ്ടും ജനനമാണോ വിശ്വാസമാണോ ആദ്യം എന്നുള്ള കാര്യം, അതും നമ്മുടെ ചർച്ചയുടെ സമയത്ത് നമുക്ക് അല്പം കൂടെ വിശദമായിട്ട് ചിന്തിക്കാവുന്ന ഒരു ചിന്തയാണ്. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, മാനസാന്തരവും വീണ്ടും ജനനവും ഒരേ ആത്മീയ യാഥാർത്ഥ്യത്തിന്റെ രണ്ട് വശങ്ങൾ മാത്രമാണ്. വേറൊരു വാക്കിൽ പറഞ്ഞാല് ജനിപ്പിക്കലും ജനിക്കലും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവോ അത് ഒരേ കാര്യത്തിന്റെ രണ്ട് വീക്ഷണങ്ങളായിരിക്കുന്നത് പോലെ, ഒരു കുഞ്ഞിനെ ജനിപ്പിക്കുന്നു എന്നുള്ളതും ആ കുഞ്ഞ് ജനിക്കുന്നു എന്നുള്ളതും ഒരു കാര്യത്തിന്റെ രണ്ട് വീക്ഷണങ്ങളായിരിക്കുന്നത് പോലെ മാനസാന്തരവും വീണ്ടും ജനനവും ഒരു ആത്മീയ യാഥാർത്ഥ്യത്തിന്റെ രണ്ട് തലങ്ങളാണ്, രണ്ട് വീക്ഷണങ്ങളാണ്. ഇത് രണ്ട് കാര്യങ്ങളല്ല, ഒരേ കാര്യം തന്നെ ആണ്. ചർച്ചയുടെ സമയത്ത് നമുക്ക് സമയമുണ്ടെങ്കിൽ അത് അല്പം കൂടെ ചിന്തിക്കാനായിട്ട് ശ്രമിക്കാം. ഏഴാമത് ഒരു കാര്യം കൂടെ ഞാൻ കൂട്ടിച്ചേർക്കുന്നത്, വീണ്ടും ജനനം സത്യത്തില് ഒരാള് വീണ്ടും ജനിക്കുന്നതായിട്ടുള്ള ഒരു അനുഭവം, അതൊരു അനുഭവമല്ല. എന്നാൽ ഈ വീണ്ടും ജനനത്തിന്റെ ഫലങ്ങൾ ഓരോ വ്യക്തിയിലും അത് പ്രകടമാകും. ഒരാൾ വീണ്ടും ജനിച്ചതാണോ അല്ലയോ എന്ന് അറിയുന്നത് വീണ്ടും ജനനത്തിന്റെ ഫലമായിരിക്കുന്ന ആത്മീയ ജീവിതം ഒരു വ്യക്തിയിൽ ഉണ്ടോ എന്നതാണ് അതിനുള്ള തെളിവ്. ജീവിതത്തിൽ അസാധാരണമായിരിക്കുന്ന മാറ്റങ്ങൾ അത് വരുത്തും. അങ്ങനെ ഒരു മാറ്റം ഇല്ലെങ്കിൽ ആ വ്യക്തി വീണ്ടും ജനിച്ചു എന്ന് പറയുന്നത് യഥാർത്ഥത്തിലുള്ള ഒരു കാര്യമല്ല. ഒരു സ്വാഭാവിക മനുഷ്യന് ഒരിക്കലും കഴിയാത്ത തരത്തിലുള്ള ഒരു വ്യതിയാനം, അതാണ് വീണ്ടും ജനനം ഒരു വ്യക്തിയിലേക്ക് കൊണ്ടുവരുന്നത്. അത് ഞാൻ പറയുമ്പോൾ സാധാരണ തെറ്റിദ്ധരിക്കാവുന്ന ഒരു കാര്യം, നമ്മൾ വീണ്ടും ജനിച്ച ആളുടെ ലക്ഷണമായിട്ട് ഒരുപക്ഷെ കൂടുതൽ സ്നേഹിക്കാൻ തുടങ്ങി,
കൂടുതൽ സത്യം പറയാനായിട്ട് തുടങ്ങി, കൂടുതൽ നല്ല മനുഷ്യനായിട്ട് ജീവിക്കാൻ തുടങ്ങി എന്നൊക്കെ പറഞ്ഞാല് അതൊന്നും വീണ്ടും ജനനത്തിന്റെ വ്യക്തമായിരിക്കുന്ന തെളിവുകളായിട്ടിരിക്കുന്ന കാര്യങ്ങളല്ല. അതൊക്കെ വ്യക്തികളുടെ ജീവിതത്തിൽ വരുന്ന സ്വാഭാവികമായിരിക്കുന്ന നവീകരണത്തിന്റെയും തിരിച്ചറിവുകളുടെയും ഒക്കെ ഫലമാണ്. ഏത് മനുഷ്യനിലും ഇതൊക്കെ വരാം. കൂടുതൽ സത്യസന്ധരാകാം, കൂടുതൽ താഴ്മയുള്ളവരും വിനയമുള്ളവരും ഒക്കെ ആയി തീരാനായിട്ട് ഏതൊരു വ്യക്തിക്കും കഴിയും. സത്യസന്ധത, വിനയം, വിശ്വസ്തത, നീതിബോധം എന്നുള്ളതൊന്നും വിശ്വാസികൾക്ക് മാത്രമായിട്ട് നൽകിയിരിക്കുന്ന കാര്യങ്ങളല്ല. നമുക്കറിയാം, അത് മനുഷ്യത്വത്തിന്റെ ഫലമായ, അത് മാനുഷിക മൂല്യങ്ങളാണ്. എല്ലാ മനുഷ്യർക്കും ദൈവത്തിന്റെ പൊതുപരിപാടിയുടെ ഭാഗമായി കൊടുത്തിരിക്കുന്ന വിവേകത്തിന്റെ ഭാഗമാണ് ഈ കാര്യങ്ങളെല്ലാം. എന്നാൽ വീണ്ടും ജനിച്ച വ്യക്തിയെ കാണുന്ന അതിശയകരമായിരിക്കുന്ന മറ്റാർക്കും ഇല്ലാത്ത വ്യതിയാനം ഏതാ? അങ്ങനെ പല വ്യതിയാനങ്ങളും ഉണ്ട്. ഒന്ന്, അവൻ ദൈവ പൈതലാണ് എന്നുള്ള തിരിച്ചറിവ് വരികയാണ്. ദൈവത്തിന്റെ പൈതൽ എന്നുള്ള തിരിച്ചറിവ്, ദൈവത്തോടുള്ള സ്നേഹം, സത്യദൈവത്തോടുള്ള സ്നേഹം, യേശുക്രിസ്തുവിനോടുള്ള സ്നേഹം, ഒരു ബഹുമാനം, ഇതൊക്കെ എവിടുന്നാ വരുന്നത്? പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, യേശുവിനെ കർത്താവ് എന്ന അധരം കൊണ്ട് ഏറ്റുപറയാൻ അവന്റെ ആത്മാവിനാൽ അല്ലാതെ കഴിയാന്ന് പറഞ്ഞില്ലേ? ക്രിസ്തു അവന്റെ ജീവിതത്തിന്റെ കേന്ദ്രമായിട്ട് തീരുകയാണ്. അതില്ലാതെ എത്ര നല്ല മനുഷ്യനാണെന്ന് പറഞ്ഞാലും നമുക്ക് പറയാൻ കഴിയും വീണ്ടും ജനിച്ച ഒരാള് അല്ല. യേശു ക്രിസ്തു നിനക്കാര്? ക്രിസ്തുവിനെ നീ ആരെന്ന് പറയുന്നു? യേശുവിനെ കർത്താവ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ അതാണ് രക്ഷ. അതാണ് വീണ്ടും ജനനത്തിന്റെ തെളിവ്. ക്രിസ്തു നിനക്കാരാണ്? ദൈവം നിനക്കാരാണ്? അതുപോലെ തന്നെ ദൈവവചനം, അതിനോടുള്ള ആ ആഗ്രഹം, ആ ബന്ധം, ഒരു ബൈബിൾ അവന്റെ ജീവിതത്തിന്റെ പാഠപുസ്തകമായിട്ട് തീരും. തന്റെ ജീവിതത്തിനും വിശ്വാസത്തിനും പ്രവർത്തനത്തിനും എല്ലാം പിന്നെ മാർഗനിർദ്ദേശമായിരിക്കുന്ന എന്താ? ദൈവത്തിന്റെ വചനം. അത് വീണ്ടും ജനിച്ച ഒരാൾക്ക് മാത്രമേ കഴിയുള്ളൂ. അല്ലാത്തവർക്ക് പല പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ ഒരു പുസ്തകമായിട്ടിരിക്കും. ബൈബിൾ കോട്ട് ചെയ്യുന്ന എന്തോരം മനുഷ്യരുണ്ട്, ബൈബിളിലെ നല്ല കാര്യങ്ങളൊക്കെ എടുത്തു പറയുന്ന ഒരുപാട് മനുഷ്യരുണ്ട്, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷേ ബൈബിളാണ് എൻ്റെ ജീവിതത്തിന്റെ വഴികാട്ടി. എൻ്റെ ജീവിത ദർശനം അനുഭവപ്പെടുത്തുന്നത് ദൈവത്തിന്റെ വചനമാണെന്ന് പറയാൻ ആർക്കേ കഴിയുള്ളൂ? അതിന് വീണ്ടും ജനിച്ച ഒരു ദൈവ പൈതലിനെ കഴിയുള്ളൂ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ദൈവമക്കളോടുള്ള കൂട്ട്. ദൈവത്തിന് ജനിച്ചവൻ, അവനിന്ന് ജനിച്ചവൻ അവനിന്ന് ജനിച്ചവരെ സ്നേഹിക്കേണ്ടതാവുന്നു എന്ന് പറഞ്ഞല്ലോ. ദൈവസഭ, ദൈവമക്കൾ, അവരോടുള്ള അനിവാര്യമായിരിക്കുന്ന ആ റിലേഷൻഷിപ്പ്, ആ ബന്ധം, ആ കൃപാവരങ്ങളൊക്കെ അനുഭവിക്കാനുള്ള താല്പര്യം, ആ പ്രബോധനങ്ങളും ആ ഉപദേശങ്ങളും ആ പ്രാർത്ഥനയുടെ ബന്ധവും പ്രോത്സാഹനവും എല്ലാമാണ് എന്നെ നടത്തുന്നത്. നമുക്ക് മനസ്സിലാവുമല്ലോ, ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അവന്റെ വീടുമായിട്ടുള്ള ബന്ധം എന്താ? അവന്റെ സഹോദരി സഹോദരന്മാരോടുള്ള ബന്ധം എന്താ? അവരുടെ മാതാപിതാക്കളുമായിട്ടുള്ള കൂട്ടായ്മ എന്താ? അതല്ലേ ജനനത്തിന്റെ സ്വാഭാവികമായ ഒരു പ്രതികരണമല്ലേ അത്? അതൊന്നൊരു പുറമേ നിന്ന് അടിച്ചേൽപ്പിക്കുന്ന ഒരു കാര്യമല്ലല്ലോ. ഒരു വീട്ടിൽ ജനിച്ചാൽ ആ രക്തബന്ധം അത് അവിടെയുള്ള അവരുടെ ഭാഗമാണത്. അതിന് ചില വികലതകളും തകർച്ചകളൊക്കെ വന്നേക്കാം, അസാധാരണമെങ്കിലും സ്വാഭാവികമായിട്ട് അതാണ്. അതുപോലെ തന്നെ വീണ്ടും ജനിച്ച ഒരു വ്യക്തി, വീണ്ടും ജനിച്ച വ്യക്തിയുടെ ആദ്യത്തെ ചിന്ത, എവിടെ എനിക്കൊരു ദൈവവേദനെ കണ്ടെത്താനായിട്ട് കഴിയും, എവിടെ എനിക്കൊരു കൂട്ടായ്മ, എവിടെ എനിക്കൊരു സ്നേഹം, എവിടെ എനിക്ക് ഒരു പ്രാർത്ഥനാ ബന്ധമുണ്ട്. ഇതൊന്നും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ലെങ്കിൽ വീണ്ടും ജനിച്ചു എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? അതുപോലെ ദൈവഹിതം ചെയ്യാനുള്ള, കർത്താവിന് പ്രസാദകരമായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ, അവന്റെ ഇഷ്ടം ചെയ്യാനുള്ള താല്പര്യം, അവന് മറുതലിക്കാനുള്ള വിസമ്മതം, അത് വീണ്ടും ജനത്തിന്റെ ലക്ഷണമാണ്. കർത്താവിന് പ്രസാദമുള്ളത് എന്താ? അപ്പൊ മാതാപിതാക്കൾ, മക്കൾ, ആ ബന്ധം നമ്മൾ നോക്കിയാൽ അറിയാം. സ്വാഭാവികമായിട്ടും അവർ പരസ്പരം ഇഷ്ടമുള്ള കാര്യങ്ങളല്ലേ ചെയ്യാം. ഇനി അനിഷ്ടമായിരിക്കുന്ന ഒരു കാര്യം വന്നാൽ തന്നെയും അതൊരു തെറ്റാണെന്നും അബദ്ധമാണെന്നും അത് തെറ്റുപറ്റിപ്പോയി എന്നൊക്കെ പറയാനും സമ്മതിക്കാനും ആ കൂട്ടായ്മ നഷ്ടപ്പെടാതെ സൂക്ഷിക്കാനുമുള്ള ആ പ്രവണത, അത് ദൈവസഭയിൽ അതുണ്ടോ? ഒരു ദൈവ പൈതൽ വീണ്ടും ജനിച്ചാല് ആ സഭയും കൂട്ടായ്മയും ആ ദൈവത്തിന്റെ ഹിതം ചെയ്യാനുള്ള താല്പര്യവും ഒക്കെ വരുന്നുണ്ടോ? പാപത്തോടുള്ള വെറുപ്പ്, അതുപോലെ തന്നെ സുവിശേഷ സത്യം, ഈ അനുഗ്രഹമായിരിക്കുന്ന ഈ സത്യം മറ്റുള്ളവരോട് പങ്കുവെക്കാൻ, അങ്ങനെ കാണാതെ പോയ ആടുകളെ തിരഞ്ഞെടുത്ത് രക്ഷിക്കാനുള്ള യേശു ക്രിസ്തുവിന്റെ ആ ദൗത്യത്തോടുള്ള പങ്കാളിത്തം, അത് വീണ്ടും ജനനത്തിന്റെ
വ്യക്തമായിരിക്കുന്ന തെളിവാണ്. ഒരു ദൈവവേദനാണെന്നുള്ളതിന്റെ തെളിവാണിതെല്ലാം. അപ്പൊ ചുരുക്കത്തിൽ കുറച്ച് ധാർമ്മികമായിരിക്കുന്ന സൽസ്വഭാവവും നീതിബോധവും ഒക്കെ മാത്രം അതിന്റെ ഏറ്റക്കുറച്ചിൽ വെച്ചിട്ടല്ല വീണ്ടും ജനനത്തെ നമ്മൾ അളക്കുന്നത്. അത് ദൈവരാജ്യത്തിന്റെ പ്രവൃത്തികൾ ഈ വ്യക്തിയിലുണ്ടോ എന്ന് നോക്കിയിട്ടാണ്. ദൈവത്തോട്, ദൈവജനത്തോട്, ദൈവപരിപാടിയോട്, ദൈവിക താല്പര്യങ്ങളോട്, ദൈവത്തിന്റെ വിലയിരുത്തലുകളോട്, സ്വർഗരാജ്യത്തിൽ പ്രതിഫലമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള അവിടെ നിക്ഷേപങ്ങൾ സൂക്ഷിക്കുന്ന കാര്യത്തിലുള്ള താല്പര്യം, ശ്രദ്ധ, ഇതൊക്കെ നോക്കുമ്പോഴാണ് ഇതൊരു ദൈവപൈതലാണ്, വീണ്ടും ജനിച്ച വ്യക്തിയാണ് എന്ന് സ്വയം മനസ്സിലാകുന്നത്. മറ്റുള്ളവർക്കും ഒരളവോളം അത് മനസ്സിലാക്കാൻ, വ്യക്തമാക്കാൻ കഴിയുന്നത്. ഞാൻ ഇതോടനുബന്ധിച്ച് 3 പ്രായോഗികമായിരിക്കുന്ന വിവക്ഷകൾ കൂടെ പറഞ്ഞ് ഞാൻ ഈ അവതരണം അവസാനിപ്പിക്കാം. വീണ്ടും ജനിച്ച ഒരു വ്യക്തിയാണ് എങ്കിൽ ആ വ്യക്തിയിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അതിന്റെ ഒരു പരിണിത ഫലമായിരിക്കുന്ന ഒരു കാര്യം സുവിശേഷത്തിന്റെ ധൈര്യമാണ്. ദ കോൺഫിഡൻസ് ഓഫ് ദ ഗോസ്പൽ. അതായത് വീണ്ടും ജനനം എന്ന ദൈവത്തിന്റെ അതിശയ പ്രവൃത്തിയാണ് ഒരു വ്യക്തിയെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത് എങ്കിൽ, ദൈവപരിപാടിയിലേക്ക് കൊണ്ടുവരുന്നത് എങ്കിൽ, സുവിശേഷം ശക്തമായ ഒരു ദൈവപ്രവൃത്തിയാണ്. അത് നമ്മുടെ കരങ്ങളിൽ, നമ്മുടെ വാഗ്വൈഭവത്തിലോ നമ്മുടെ പ്രാഗൽഭ്യത്തിലോ ഇരിക്കുന്ന ഒരു കാര്യമല്ല. ഒരാളെ രക്ഷ എന്നുള്ളത് അത് മനുഷ്യന്റെ പ്രവൃത്തിയല്ല, അത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. രക്ഷയെ പറ്റി പറഞ്ഞാൽ ഒരർത്ഥത്തിൽ രക്ഷ അസാധ്യമായ ഒരു കാര്യമാണ്, ലോകപ്രകാരം അസാധ്യമായിരിക്കുന്ന ഒരു കാര്യം. എന്നാൽ ദൈവത്തിന്റെ പ്രവൃത്തി ആയതുകൊണ്ട് അത് സാധ്യമാണ്. കർത്താവ് പറഞ്ഞതുപോലെ മനുഷ്യർക്ക് അസാധ്യം, ദൈവത്തിന് സാധ്യം. സ്വയം മാറാൻ കഴിയാത്ത മനുഷ്യനെ ദൈവം പ്രകൃത്യാതീതമായി, സൂപ്പർ നാച്ചുറലായി രൂപാന്തരപ്പെടുത്തുന്ന ഒരു ദൈവിക പ്രവർത്തനമാണ് സുവിശേഷം വാഗ്ദാനം ചെയ്യുന്നത്. സ്വാഭാവികമായിട്ട് കഴിയില്ല, ദൈവം അത് അത്ഭുതകരമായിട്ട് ചെയ്യുകയാണ്. അപ്പൊ സത്യത്തിൽ സുവിശേഷ പ്രവർത്തനത്തിന്റെ ധൈര്യം അതാണ്. നമ്മൾ സുവിശേഷം പറയുമ്പോൾ നമ്മളെ ബലപ്പെടുത്തുന്ന ഒരു കാര്യം, അത് നന്നായി പറയാൻ കഴിഞ്ഞിട്ടില്ലല്ലോ, നന്നായി, അതൊക്കെ നമ്മുടെ ആഗ്രഹങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ആണെങ്കിൽ പോലും സുവിശേഷത്തിന്റെ വിജയം അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് അത് ദൈവത്തിന്റെ ജീവിപ്പിക്കുന്ന ശക്തിയാണ് എന്നുള്ളതാണ്. ദൈവമാണ് ഒരു വ്യക്തിയെ വീണ്ടും ജനിപ്പിക്കുന്നത്. അത് ദൈവം ചെയ്യും. അത് കെടുന്ന ബീജമല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ ദൈവം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. സുവിശേഷം ധൈര്യമായിട്ട് പ്രസ്താവിക്കാൻ, പ്രസംഗിക്കാൻ നമുക്ക് ബലം തരുന്നത് ദൈവം ആണ് ഈ പ്രവൃത്തി ചെയ്യുന്നത് എന്ന ഉറപ്പാണ്. രണ്ടാമത്തെ കാര്യം, ക്രിസ്തീയ ജീവിതത്തിന്റെ ധൈര്യം. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ബലം എന്താണ്? നമ്മുടെ ധൈര്യം എന്താണ്? നമ്മുടെ കോൺഫിഡൻസ് ഇരിക്കുന്നത് എവിടെയാണ്? യോഹന്നാന്റെ സുവിശേഷം ലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ, കാൺമിൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നമുക്ക് നൽകിയിരിക്കുന്നു, അങ്ങനെ തന്നെ നാം ആകുന്നു. നമ്മുടെ കോൺഫിഡൻസ് ഇതാണ്. ഞാൻ ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരു വ്യക്തിയാണ്, ഞാനൊരു ദൈവ പൈതലാണ്, ദൈവം എൻ്റെ പിതാവാണ്. അതാണ് നമ്മുടെ ബലം. ക്രിസ്തുവിൽ നമ്മുടെ കോൺഫിഡൻസ് അതാണ്. സത്യത്തിൽ ഈ ദൈവ പൈതൽ എന്നുള്ളത് ഒരു 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 അധികാരം ആയിട്ടാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം, എക്സൂസിയാൻ അധികാരം നൽകി. മക്കളുടെ അധികാരം, മക്കളുടെ അവകാശം, മക്കളുടെ ഉത്തരവാദിത്വം, മക്കളുടെ ധർമ്മം എല്ലാ മക്കൾക്കും അറിയാം. അതുപോലെ ദൈവത്തിന്റെ പൈതൽ എന്നുള്ളത് നമ്മുടെ മേൽ കൺഫർ ചെയ്യുന്നതായിരിക്കുന്ന ആ സ്ഥാനവും പദവിയും അധികാരവും ഉത്തരവാദിത്വവും ദൗത്യവും നിയോഗവും എല്ലാം നിസ്തുല്യമാണ്. ആ തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത്. ഞാൻ ദൈവ പൈതലാണ്, ദൈവത്തിന് ജനിച്ച ഒരു വ്യക്തിയാണ്. അത് നമുക്ക് തരുന്ന ആ വില, ആ മാന്യത, ആ കോൺഫിഡൻസ്, ആ ധൈര്യം, അതെത്ര വലിയൊരു കാര്യമാണ്.
ഗലാത്യലേഖനത്തിൽ പറയുന്നത് പോലെ നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിൽ അയച്ചു. യേശു ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മുടെ ഹൃദയത്തിൽ അയച്ചു. അങ്ങനെ നീ ഇനി ദാസനല്ല, നീ പുത്രനത്രേ. ഒരു അടിമ ഉടമ ബന്ധമല്ല ഇവിടെ ഉള്ളത്, അത് പുത്രത്വമാണ്. പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയുമാകും. ഇതല്ലേ നമ്മുടെ കോൺഫിഡൻസ്. കാരണം നാം വീണ്ടും ജനിച്ചവരാണ്. മൂന്നാമതൊരു കാര്യം ദൈവ ശുശ്രൂഷയുടെ കോൺഫിഡൻസ് ആണ്, ധൈര്യം. നമുക്ക് ഒരുപാട് ആത്മീയ പ്രവർത്തനങ്ങൾ ഇവിടെ ചെയ്യാനായിട്ടുണ്ട്. ഒരു ദൈവവൈദ്യൻ എന്ന നിലയിൽ, വീണ്ടും ജനിച്ച നിലയിൽ വേറൊരു തലത്തിലുള്ള ഒരു ജീവിതം നമുക്കുണ്ട്. ഒരുപാട് തിരക്കുള്ള ഒരു ജീവിതം. സുവിശേഷ വേലയുടെയും ദൈവവചന പഠനത്തിന്റെയും ബൈബിൾ വായനയുടെയും പ്രാർത്ഥനയുടെയും ആത്മീയ പ്രോത്സാഹനത്തിന്റെയും കറക്റ്റ് തിരുത്തലുകളുടെയും പ്രബോധിപ്പിക്കലുകളുടെയും മാതൃകാ ജീവിതം നയിക്കുന്നതിന്റെയും കഷ്ടങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതിന്റെയും ഒക്കെ ആയിരിക്കുന്ന ഒരു വലിയൊരു പ്രോഗ്രാം നമുക്കുണ്ട്. ഒരു ആത്മീയ ജീവിതം അതൊരു സങ്കീർണമായ ഒരു പ്രക്രിയയാണ്. എന്നാൽ അതിൻ്റെയൊക്കെ ബലം എന്താണ്? ഇതൊക്കെ പ്രാപ്തമാണ്, സാധ്യമാകും, ഫലപ്രദമാകും എന്നതിന് നമ്മുടെ ഉള്ളിൽ നമുക്ക് ബലം തരുന്നത് എന്താണ്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. നമ്മൾ വീണ്ടും ജനിച്ചവരാണ്. ദൈവത്തിന്റെ ആത്മാവാണ് നമ്മെ പ്രവർത്തിപ്പിക്കുന്ന ആ പ്രവർത്തന ശക്തി. ക്രിസ്തുയേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവന്റെ ആത്മാവ്, ആ ശക്തി നമ്മളിൽ വ്യാപരിക്കുകയാണ്. അത് എന്തൊരു വലിയൊരു പ്രവർത്തനമാണത്. ഭൗതികമായി ലോകത്തിന്റെ കണ്ണുകൾ കൊണ്ട് നോക്കിയാൽ വളരെ ബലഹീനവും വളരെ ഫ്രജൈലായിരിക്കുന്ന, വളരെ അവഗണനാത്മകമെന്ന് തോന്നാവുന്ന പ്രവൃത്തികളാ ചെയ്യുന്നതെന്ന് തോന്നും. ഒരു ട്രാക്ട് കൊടുക്കുന്നതോ ഒരു ബൈബിൾ ക്ലാസ് എടുക്കുന്നതോ 5 or 10 ആളുകൾ അല്ലെ 10-25 ആളുകൾ മാത്രമുള്ള ഒരു സഭാ കൂടി വരെ ഇരുന്ന് പാട്ട് പാടുന്നതോ വചനം പഠിപ്പിക്കുന്നതോ കണ്ടാൽ ലോകത്തിലെ വലിയ സംവിധാനങ്ങളോട് താരതമ്യപ്പെടുത്തിയാൽ എത്ര ബലഹീനവും നിസ്സാരവും അവഗണനാത്മകമായിരിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ അവിടെ നടക്കുന്ന എന്താ? ദൈവത്തിന്റെ രാജ്യത്തിന്റെ മഹത്തായ പ്രവൃത്തികളാണ്. അതാണ് നമ്മുടെ കോൺഫിഡൻസ്. ഒരു സഭയിൽ, ഒരു കുടുംബത്തിൽ, ഒരു ക്രിസ്തീയ കുടുംബത്തിൽ, ഒരു ക്രിസ്തീയ സഭയിൽ, ഒരു ക്രിസ്തീയ വ്യക്തിത്വത്തിന്റെ ജീവിതത്തിലൊക്കെ നടക്കുന്ന പ്രവർത്തനങ്ങൾ എത്ര വലുതാണ്. ഒരു ദൈവവചനം നമ്മൾ പറയുമ്പോൾ ആ പറയുന്ന മനുഷ്യരാ നമ്മളാ പറയുന്നതെങ്കിലും ആ പറയുന്നത് ആര്? ദൈവത്തിന്റെ ആത്മാവ്. അത് കേൾക്കുന്നവരോ ദൈവശബ്ദം കേൾക്കുന്നു. ഇനി ആരെങ്കിലും കേട്ടില്ലെങ്കിലോ, ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേലും ദൈവരാജ്യത്തിന്റെ ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യുകയാണ്. ഇപ്പൊ നമ്മളൊരു ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അതിന് മാനേജർ ആ സ്റ്റാഫിനോട് പറയാ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം, ഇന്നത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ അതൊരു ഓപ്ഷനിലായിരിക്കുന്ന ഒരു കാര്യമൊന്നുമല്ല. വേണമെങ്കിൽ ചെയ്യാം, വേണമെങ്കിൽ ചെയ്യാൻ മേല എന്നുള്ള കാര്യമില്ല. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടാലും അത് ഈ പ്രോഗ്രാമിന്റെ ഭാഗമായ ഔദ്യോഗിക കാര്യങ്ങളാണത്. അതുപോലെ ദൈവമക്കൾക്ക് ഔദ്യോഗികമായിരിക്കുന്ന ഉത്തരവാദിത്വമാണ്. ദൈവത്തിന്റെ ആളുകളാണെങ്കിൽ കർത്താവ് പറഞ്ഞു, എന്റെ ആളുകൾ എന്റെ ശബ്ദം കേൾക്കും, അല്ലെങ്കിൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. അപ്പൊ ഞാനിതിന് പ്രായോഗികമായിട്ട് പറഞ്ഞ 3 കാര്യങ്ങൾ: 1 സുവിശേഷത്തിന്റെ ധൈര്യം, 2 ക്രിസ്തീയ ജീവിതത്തിന്റെ ധൈര്യം, 3 ദൈവ ശുശ്രൂഷയുടെ ധൈര്യം. ഞാൻ അവസാനിപ്പിക്കാം. വീണ്ടും ജനനം എന്നുള്ളത് യേശു ക്രിസ്തുവിന്റെ ജീവിതം ജീവിക്കാനുള്ള പരിശുദ്ധാത്മാവിന്റെ ശക്തിപ്പെടുത്തലാണ്. ദൈവത്തിന്റെ ആത്മാവ് ക്രിസ്തുവിനെ ഈ ലോകത്തിൽ വിജയായി നടത്തിയ, ക്രിസ്തുവിനെ പുനരുത്ഥാനത്തിലേക്ക് നയിച്ച, ക്രിസ്തുവിനെ, യേശുക്രിസ്തു എന്ന മനുഷ്യനെ സ്വർഗത്തിൽ രാജാധിരാജാവായും കർത്താവായും അവരോധിതനാക്കിയ അതേ പരിശുദ്ധാത്മ ചൈതന്യം എന്നിലും നിങ്ങളിലും വ്യാപരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മളത് വിശ്വസിക്കുന്നുണ്ടോ? അതാണ് ദൈവത്തിന്റെ വചനം നമുക്ക് തരുന്ന ഉറപ്പ്. ആ പരിശുദ്ധാത്മാവ് നമ്മളെ ആ പുതുജീവിതത്തിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഈ ലോക ജീവിതത്തിന് അതീതമായ ഒരു ജീവിതമാണത്. അതൊരു സ്വർഗീയ ജീവിതമാണ്. അതിനുവേണ്ട അറിവും പരിജ്ഞാനവും ശക്തിയും സാഹചര്യങ്ങളും ബലപ്പെടുത്തലുകളും എല്ലാം കർത്താവ് നമുക്ക് തരുന്നുണ്ട്. അതാണ് ഒരു ദൈവ പൈതൽ വീണ്ടും ജനനത്തിൽ, ആ ജീവിതമാണ് ഒരു ദൈവ പൈതലിന്റെ വീണ്ടും ജനനത്തിൽ അവന് പ്രവർത്തിക്കാനായിട്ട് ആരംഭിക്കുന്നത്. ഒരർത്ഥത്തിൽ പറഞ്ഞാല് ഈ ലോകം
ഈ ലോകത്തിലുള്ള ഒരു ദൈവവേദന്റെ ജീവിതം ആ നിത്യമായ ആ ദൈവരാജ്യ ജീവിതത്തിന്റെ, ആത്മീയ ജീവിതത്തിന്റെ ഒരു ആരംഭം മാത്രമാണ്. അതിന് പൂർണ്ണത കർത്താവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിലാണ്. അതാണ് നമ്മുടെ പ്രത്യാശ. അതിനായിട്ടാണ് നാം കാത്തിരിക്കുന്നത്. വിശ്വസ്തയോടെ പൊതുജീവിതം ജീവിക്കുവാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. വളരെ സങ്കീർണമെന്ന് തോന്നിപ്പിക്കുന്ന ഈ വിഷയം വളരെ ലളിതമായിട്ട് സോൻ അവതരിപ്പിച്ചു. സോനുള്ള പ്രത്യേക നന്ദിയും ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ്. പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഈ ക്ലാസ് കേട്ടത് വഴി നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് പ്രതീക്ഷിക്കട്ടെ. ഒരർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ അല്പം പ്രയാസമുള്ള ഒരു വിഷയമാണ്. എങ്കിലും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സഹായത്താൽ, ദൈവകൃപയാൽ നമുക്ക് അത് ബോധ്യമാക്കി തരുവാൻ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം നമ്മുടെ ഉള്ളിൽ ഉണ്ട്. അതുകൊണ്ട് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയുന്നു. വീണ്ടും ജനനം ഒരർത്ഥത്തിലൊരു അത്ഭുതകരമായ കാര്യമാണ്. ഒരു സ്വാഭാവിക മനുഷ്യൻ വേറൊരു ജീവിതം ജീവിക്കുന്ന ജീവിതം, പുതിയ ഒരു ജീവിതം, പുതിയ സൃഷ്ടിയായി തീരുന്ന, അടിസ്ഥാനപരമായിട്ട് രൂപാന്തരം സംഭവിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് അവൻ പ്രവേശിക്കുകയാണ്. അതിൻ്റെ വിശദാംശങ്ങളൊക്കെ നാം കേൾക്കുകയുണ്ടായി. ക്രിസ്തുവിൻ്റെ ജീവിതം ജീവിക്കാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ ശക്തിപ്പെടുത്തലാണ് പൊതുജനനം, വീണ്ടും ജനനം. യേശു ക്രിസ്തുവിൽ വിശ്വാസം അർപ്പിക്കുന്ന ഒരു വ്യക്തിയിൽ സംഭവിക്കുന്ന ആ സംഭവം, ആ അനുഭവം, അതാണ് വീണ്ടും ജനനം. അതിലൂടെ അവൻ ദൈവ വൈതലായിട്ട് തീരുകയാണ് ചെയ്യുന്നത്. മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധത്തിന്റെ ആരംഭം ഈ വീണ്ടും ജനനത്തിലൂടെയാണ് എന്ന് നാം കേൾക്കുകയുണ്ടായി. ഒരിക്കലായിട്ട് സംഭവിക്കുന്നതാണ്, അതൊരു പ്രോസസ്സല്ല. അതിന് പുരോഗതിയുണ്ട്, വളർച്ചയുണ്ട് എന്നുള്ളത് ശരിയാണെങ്കിലും വീണ്ടും ജനനം ഒരിക്കലായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. അതൊരു ദൈവത്തിന്റെ പ്രവൃത്തിയാണ്, മനുഷ്യന്റെ പ്രവൃത്തി അല്ല എന്ന് നാം കേട്ടു. വിശ്വാസമാണ് അതിന്റെ വ്യവസ്ഥ. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, വിശദാംശങ്ങൾ നാം കേൾക്കുകയുണ്ടായി. ചോദ്യങ്ങളുണ്ടാകും. നമുക്ക് പ്രാർത്ഥനയ്ക്ക് ശേഷം ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരമുണ്ട്.